Meet the editors. നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ പരാമർശിക്കാത്തത് CPIM പ്രചാരണായുധമാക്കുകയാണ്. CAA വിഷയത്തിൽ സംഘപരിവാറിനോട് സമരസപ്പെടുന്ന കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. ന്യൂനപക്ഷ ധ്രുവീകരണം ലക്ഷ്യമിട്ട് പൗരത്വ വിഷയത്തിലൂന്നി പ്രചരണം നടത്തുന്ന CPIM-ഉം LDF-ഉം വീണ്ടുകിട്ടിയ പുതിയ ആയുധം നിലയ്ക്കാണ് കോൺഗ്രസ് പ്രകടന പത്രികയെ കരുവാക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന സുപ്രധാന വിഷയമായ പൗരത്വ ഭേദഗതി പ്രകടന പത്രികയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയുമെന്നതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന ചോദ്യം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണല്ലോ. എങ്ങനെയാണ് ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ടായത്? എന്താണ് പൗരത്വ വിഷയത്തിലെ കോൺഗ്രസ് നിലപാടെന്ന് പ്രകടന പത്രികയിലൂടെ വ്യക്തമായെന്ന് ചൂണ്ടിക്കാട്ടി CPM നേതൃത്വവും രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ അജണ്ടയിൽ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റദ്ദാക്കൽ മാത്രമല്ല ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പരസ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടൊരു ദിവസമാണ് ഇന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പൗരത്വമടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിന്റെ കാപട്യം തുറന്നു കാട്ടുക എന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നാണ് CPIM-ന്റെ വാദം. BJP സ്വരത്തിൽ സംസാരിക്കുന്ന കോൺഗ്രസ് വിമർശനത്തിലുള്ള മറുപടി കൂടിയാണിത്. റിപ്പോർട്ടർ ആലപ്പുഴ. ഇന്നത്തെ ആദ്യ ചോദ്യം പൗരത്വത്തിൽ മൗനത്തിലോ എന്നതാണ്. ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർ അരുൺ കുമാർ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇന്ന് കോഴിക്കോട്ട് നിന്നാണ്. വെൽക്കം ഡോക്ടർ അരുൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ 2 വിഷയങ്ങൾ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സമയം പരിമിതപ്പെടുത്തേണ്ടി വരും. ഉണ്ണിസാറിൽ നിന്ന് തുടങ്ങാം. 4 മിനിറ്റ് സംസാരിക്കാം. നോക്കൂ, ഇപ്പോൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഷറാൻപൂരിൽ BJPയുടെ പ്രചാരണം ഏതാണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ മുദ്രണം ചെയ്യപ്പെട്ട ഒന്നാണ് എന്നാണ്. ഇന്ത്യ വിഭജന കാലത്ത് ജിന്നയുടെ ആശയങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ മാനിഫെസ്റ്റോയിൽ കാണുന്നത് എന്നും അദ്ദേഹം പറയുന്നു. വലിയൊരു ആരോപണമാണ്. ഒരു പോളറൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ CAA എന്ന് പറയുന്ന നിയമം മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ളൊരു നിയമമാണ് എന്ന് വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള BJP പറയുന്നത് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ മുദ്രണം ചെയ്യപ്പെട്ട ഒന്നാണ് എന്നുള്ളത് കൗതുകരമായൊരു കാര്യമാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ 2000 മുതൽ വളരെ ശക്തമായൊരു പ്രചാരണം LK അദ്വാനിയുടെ നേതൃത്വത്തിൽ BJP നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള, അപഹസിക്കപ്പെട്ടിട്ടുള്ള, അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല, ഇന്ത്യയിലില്ല. പല ഘട്ടങ്ങളിൽ അവർ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ എന്ന ആരോപണം നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 2000-ലാണ് അതിശക്തമായി LK അദ്വാനി ഈ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഉന്നയിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്യൂഡോ സെക്കുലറിസം എന്നൊരു വാക്ക് ഉന്നയിച്ചുകൊണ്ടാണ് അദ്വാനി അത് പറയുന്നത്. കാരണം കോൺഗ്രസിൻ്റേത് ഈ മതനിരപേക്ഷതയല്ല, മറിച്ച് ന്യൂനപക്ഷ പ്രീണനമാണെന്നും മതനിരപേക്ഷത എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്നൊരു സാഹചര്യത്തെയാണെന്നും അതുകൊണ്ട് ഇവിടെ ഈ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുകയാണ് എന്നുമാണ്. ആ ഒരു നറേറ്റീവിലൂടെയാണ് BJP യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയ ശക്തി സമാഹരിച്ചത്. ആ അർത്ഥത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വലിയ ആശയക്കുഴപ്പവും ഉണ്ടായിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമായിട്ട് ഈ സ്യൂഡോ സെക്കുലറിസം എന്ന വാക്ക് അദ്വാനി ഉപയോഗിച്ചത്. നോക്കൂ, ഭൂരിപക്ഷ മതങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായം ഇനി ഒരിക്കലും കോൺഗ്രസിൽ വിശ്വസിക്കരുത്, അതൊരു മുസ്ലിം പാർട്ടിയാണ്, മുസ്ലിം താല്പര്യമുള്ള പാർട്ടിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് BJP അതിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലം അവർക്ക് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വിജയകരമായ രാഷ്ട്രീയ പരീക്ഷണം തന്നെയായിരുന്നു. ഇപ്പോഴും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ആ രീതിയിൽ തന്നെയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ 2004 അധികാരത്തിൽ വന്ന സർക്കാർ എടുത്തിരുന്നു. അതിലെ ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് 2005
ജസ്റ്റിസ് രജീന്ദർ സച്ചാറിൻ്റെ നേതൃത്വത്തിൽ ഒരു 7 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേര് സച്ചാർ കമ്മിറ്റി എന്നാണ്. ആ കമ്മിറ്റിയെ പഠിക്കാൻ നിയോഗിച്ചത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവശതകളും പിന്നോക്കാവസ്ഥയും പഠിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. 2005 സച്ചാർ കമ്മിറ്റി വരുന്നത്. 2006 നവംബറിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഇന്ത്യയുടെ ഈ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും വെക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ചിദംബരം തൊട്ടടുത്തുള്ള ബജറ്റുകളിലെല്ലാം തന്നെ ഈ മൈനോറിറ്റി വിഭാഗത്തിന്, അതായത് ന്യൂനപക്ഷ മന്ത്രാലയത്തിന് വലിയ ബജറ്ററി അലോക്കേഷൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ രാജ്യത്താദ്യമായി മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനൊരു കമ്മീഷനെ നിയോഗിച്ചതും ആ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള സർക്കാർ യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു. നോക്കൂ, കൗതുകകരമായ കാര്യം, 2013 ഈ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയാണ്. ഈ ശുപാർശകളും ഈ കമ്മീഷനെ തന്നെയും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഗുജറാത്ത് സർക്കാരും പോയത്. അപ്പോൾ ഈ രീതിയിൽ വലിയ ആക്ഷേപങ്ങൾ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ നേരിട്ടിട്ടുണ്ട്. 2011 UPA മന്ത്രിസഭയാണ് സെൻസസ് നടപ്പാക്കി. അതിനകത്ത് കാസ്റ്റ് സെൻസസ് കൂടി ഉൾപ്പെടുത്തി. എന്നിട്ട് ആ സെൻസസിനെ അന്ന് ആരാണ് അംഗീകരിച്ചതെന്നറിയോ? അന്ന് യഥാർത്ഥത്തിൽ UPAയിൽ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായി. ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും ആവശ്യപ്പെട്ടു കാസ്റ്റ് സെൻസസ് നടത്തണം എന്നാവശ്യപ്പെട്ടു. അതിനെ ആരാ പിന്തുണച്ചതെന്നറിയാമോ? ഭാരതീയ ജനതാ പാർട്ടി പിന്തുണച്ചു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശിരോമണി ദൾ അകാലിദൾ ഈ കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറഞ്ഞു. കാരണം സിഖുകാർ ന്യൂനപക്ഷ വിഭാഗമാണ് അവിടെ. അതേപോലെ തന്നെ ശിവസേന കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറഞ്ഞു. മറാത്ത റിസർവേഷൻ്റെ പ്രശ്നമുണ്ട്. AIDMK ഇത് ആവശ്യപ്പെട്ടു. അപ്പോൾ ഘടകകക്ഷികളെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ കാസ്റ്റ് സെൻസസിനെ BJP പിന്തുണച്ചു. എന്നിട്ടെന്താ സംഭവിച്ചത്? 2014 വന്ന സർക്കാർ ചില എറേഴ്സ് ഉണ്ടായി. ആ റിപ്പോർട്ടിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെയാണ് കമ്മീഷൻ്റെ അധ്യക്ഷനായി വെച്ചത്. ആ കമ്മീഷനിലേക്ക് മറ്റംഗങ്ങളെ തീരുമാനിച്ചതെന്ന് മാത്രമല്ല, നിമിഷം വരെ ഒരു കമ്മിറ്റി കൂടിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാവോ? ഇനിയിപ്പോൾ മുന്നണിയുടെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ SADയുടെ ശിരോമണി അകാലിദളിൻ്റെയോ അല്ലെങ്കിൽ ശിവസേനയുടെയോ ഒന്നും സമ്മർദ്ദത്തിൽ BJPക്ക് പോകേണ്ട. BJP കാസ്റ്റ് സെൻസസിന് എതിരായിരുന്നു. ആ അർത്ഥത്തിൽ ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ മുൻകൈയെടുത്തൊരു സർക്കാരായിരുന്നു UPA സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ വലിയ വീഴ്ചകളും വരുത്തിയിട്ടുണ്ട്. 86 ഈ ബാബറി മസ്ജിദിൽ രാമവിശ്വാസികൾക്ക് ക്ഷേത്രാരാധന നടത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്നിടത്തുനിന്നാണ് അയോധ്യ പ്രസ്ഥാനം ഉണ്ടാകുന്ന. 1984 കേവലം 2 സീറ്റ് മാത്രമാണ് BJPക്ക് ഉള്ളത്. പാർലമെൻറ്റിൽ LK അദ്വാനിയും വാജ്പേയിയും മാത്രമാണുള്ളത്. 86 ഇത് തുറന്നു കൊടുത്തതിന് ശേഷം അയോധ്യ പ്രസ്ഥാനം രൂപപ്പെടുകയും 92 ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്തു. അന്നും കോൺഗ്രസ് ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നരസിംഹറാവു നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഈ അർത്ഥത്തിൽ ചരിത്രപരമായ വലിയ വീഴ്ചകൾ, വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ വിഷയമായി BJP അവതരിപ്പിച്ചത് CAA ആണ്. ആ CAAയിൽ നിലപാട് പറയണമായിരുന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് 2019 ഈ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 37.36%. ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളും അത് BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ടെന്ന് പറയുന്നത് 79.8% ആണ്. 80% എന്ന് വയ്ക്കുക ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ആ 80%-ൽ കേവലം 37% വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി 43% ആ ഫോൾഡിന് പുറത്താവുള്ളത്. അപ്പോൾ ആ 43% ആളുകൾ എന്ന് പറയുന്നത് സെക്കുലറായ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ CAAയുടെ പേരിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ ഹിന്ദു വോട്ട് ഏതെങ്കിലും തരത്തിലുള്ള പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതിനകത്തൊരു നിലപാട് പറയാതെ പിന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ സെക്കുലറായ ഹിന്ദുക്കളാണ്. അവർക്ക് ഈ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് നിർണായകമായൊരു നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ ആ നിലപാടെടുക്കണമായിരുന്നു. അതിന് പകരം മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്നൊരു പൊതുപ്രസ്താവം നടത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം വെച്ചാൽ അതിനകത്ത് CAA വരും, പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്ന് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം മുദ്രണമാണല്ലോ ഈ മാനിഫെസ്റ്റോയിലുണ്ട് എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുമെന്ന് പറയുന്നു. ഈ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. മീഡിയയുടെ ഫ്രീഡം പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു. ഇന്ത്യൻ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിയമനിർമ്മാണങ്ങൾ പുതുതായി നടത്തും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജനസംഖ്യയുടെ നിയന്ത്രണത്തിനനുസരിച്ച്
അനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനെ കൂടുതൽ സാധ്യതകൾ തുറന്നിടുന്ന നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെയാണോ ഈ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളുടെ മുദ്രണമുള്ള മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്? അപ്പോൾ നരേന്ദ്രമോദി വളരെ കൃത്യമായൊരു പോളറൈസേഷൻ ശ്രമിച്ചു. ആ പോളറൈസേഷനെ പ്രതിരോധിക്കാൻ CAA കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് കോൺഗ്രസ് എടുക്കണമായിരുന്നു. അവിടെ വീണ്ടും ഒരു വീഴ്ച കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട്. അതീ പറയുന്ന ഹിന്ദുക്കളെതിരാകുമോ എന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള നിലപാടെടുത്താൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ശക്തി തെളിയിക്കാൻ കഴിയില്ല. ആർജവമുള്ള നിലപാട് പ്രഖ്യാപിക്കേണ്ട അവസരങ്ങളിൽ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അടിസ്ഥാനപരമായും ആത്യന്തികമായും അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ നിലപാട്. പീറ്റേഴ്സ്, പൗരത്വത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം തുടരുന്നത്? മൗനത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. നികേഷ് സർ. തീർച്ചയായും മൗനത്തിലാണ്. മാത്രമല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ CAA എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ വോട്ടർമാർക്ക് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടോ എന്ന ഗൗരവമായ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് ഈ CAA എന്ന് പറയുന്നത്? നോക്കൂ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, അതായത് NPR, NRCയുടെ അതായത് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ മുന്നോടിയായുള്ള പ്രക്രിയയാണ്. NPRൽ നിന്ന് ഫിൽറ്റർ ചെയ്താണ് NRC പട്ടിക തയ്യാറാക്കുന്നത്. 2018-19 കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ചാപ്റ്റർ 15 പാരഗ്രാഫ് 15 പറയുന്നത് ഇപ്രകാരമാണ്: Government of India has approved a scheme of creation of National Population Register in the country by collecting specific information of all usual residents. NPR is the first step towards creation of National Register of Indian Citizens എന്നാണ്. NRC തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണ് NPR എന്ന് വ്യക്തം. പിന്നെ ഈ അമിത്ഷായിലേക്ക് നമ്മൾ വന്നാൽ, അതായത് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി, CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ്യമെങ്കിൽ 2019 ഏപ്രിൽ അമിത്ഷാ പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാൻ കോട്ട് ചെയ്യുന്നു: ആദ്യം CAA വരും, എല്ലാ അഭയാർത്ഥികൾക്കും പൗരത്വം ലഭിക്കും, പിന്നെ NRC വരും. അതുകൊണ്ട് അഭയാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല, നുഴഞ്ഞുകയറ്റക്കാർ വിഷമിക്കേണ്ടതുണ്ട്. ഈ ക്രോണോളജി നിങ്ങൾ മനസ്സിലാക്കണം. 2019 മെയ് 1 അമിത്ഷാ ട്വീറ്റ് ചെയ്തു, കോട്ട്: ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കുകയും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. അതിനുശേഷം NRC തയ്യാറാക്കും. ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാട് കടത്തും. അതായത് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ BJPയിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സമീപനമാണ് കോൺഗ്രസിനുള്ളത്? നമ്മളിപ്പോൾ 2014-19 ക്വാർട്ടർ ഫൈനലാണെന്ന് എടുക്കുക, 2019-24 സെമി ഫൈനലാണെന്ന് എടുക്കുക, 2024-29 ഫൈനലായി BJP കാണുന്നത്. ഈ 2024-29 2025 എന്നൊരു വർഷമുണ്ട്, RSSൻ്റെ 100 വർഷമാണ്. അവിടെയാണ് ഭരണഘടനാ മാറ്റം എന്ന് പറയുന്നത്. അതിനാണ് അബ്കി ബാർ 400 പവർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. 2019-24 കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഹിന്ദുത്വ സമീപനം വെച്ച് നടപ്പാക്കിയിട്ടുള്ള ഏത് കാര്യത്തിലാണ് കോൺഗ്രസിന് വിയോജിപ്പ് എന്ന് പ്രകടന പത്രിക വെച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ CAയുടെ കാര്യത്തിൽ പറഞ്ഞു, CAയുടെ കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ്. CA ഒറ്റക്ക് നിൽക്കുന്നതല്ല, NPRും NRCയും അതിൻ്റെ ഭാഗമാണ് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഒഫീഷ്യൽ റെക്കോർഡ്സ് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതേക്കുറിച്ച് മൗനം അവലംബിക്കാൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുക? 370 കാര്യത്തിലെടുക്കാം. ഇതേ പ്രകടന പത്രിക തന്നെ പറയുന്നത് എന്താണ്? ഒരു സമ്പൂർണ്ണ സ്റ്റേറ്റ്ഹുഡ് നൽകുമെന്നാണ് പറയുന്നത്. നോക്കൂ, സമ്പൂർണ്ണ സ്റ്റേറ്റ്ഹുഡാണോ ഇപ്പോൾ ജമ്മു കശ്മീരിൻ്റെ വിഷയം? ഇതേ കോൺഗ്രസ് സർക്കാരാണ് പ്രത്യേകാധികാരം ജമ്മു കശ്മീരിന് നൽകിയിട്ടുള്ളത്. ആ പ്രത്യേകാധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിലെ BJP സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സമ്പൂർണ്ണാധികാരം നൽകാൻ പോകുന്നു എന്നാണ്. അപ്പോൾ അതേ സമീപനം തന്നെയാണ് കോൺഗ്രസിനുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമക്ഷേത്ര വിധിയിൽ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അല്ല, രാമക്ഷേത്ര വിധിക്ക് മുമ്പ് ബാബറി മസ്ജിദിൻ്റെ വിധി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്ത് ആ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ വെള്ളിക്കല്ലുകൾ അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിനെ ക്ഷണിക്കാത്തതിൽ പരിതപിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിനെ അത് ഒരു സമയത്തിൻ്റെ വ്യത്യാസത്തിൽ മാത്രം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് BJP ഇത് ഭരണഘടനാ
വിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അന്ന് പാർലമെൻറ്റ് ഫ്ലോറിൽ തന്നെ പ്രതിപക്ഷത്തെ CPM അടക്കമുള്ള സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാക്കൾ പ്രസംഗിച്ചതാണ്. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിനകത്ത് യോജിച്ച നിലപാടാണ് കോൺഗ്രസിനുള്ളത്. അവിടെ പങ്കുപറ്റുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താണ്? വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ആരും മത്സരിക്കാനില്ല. BJP നേരിട്ട് ഏറ്റുമുട്ടാൻ ആ വിഷയത്തിൽ തയ്യാറല്ല, മത്സരത്തിൻ്റെ കളത്തിൽ തയ്യാറല്ല. ഇത് ഏതർത്ഥത്തിലാണ് BJP വിരുദ്ധരാകുന്നത് കോൺഗ്രസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഹിന്ദുത്വ സമീപനത്തിൽ ഇനി അഥവാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളൊരു വാദം സ്വാഭാവികമായും നിഷ്കളങ്കരായ ആളുകൾ ഉന്നയിക്കാം. കാരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി, അമിത്ഷാ വലിയ നിലയിൽ പ്രസംഗിച്ചു കളയും, അത് കോൺഗ്രസിന് കോട്ടമുണ്ടാക്കുന്നു. ഇത് തന്നെയല്ലേ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സുകാർ പ്രസംഗിച്ചിട്ടുള്ളത്. ഇതേ മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുകയും അമ്പേ തകർന്നു പോവുകയും ചെയ്തു. അപ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ട് തകരുമെങ്കിൽ തകർന്നോട്ടേന്നേ, അല്ലെങ്കിൽ തോൽക്കുമെങ്കിൽ തോറ്റോട്ടേന്നേ, മതേതര നിലപാടെടുക്കൂ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന, ഈ ഒരു മതേതര സ്വത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നൽകുന്നത്. ഡോക്ടർ അരുൺ, ഇപ്പോൾ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയേണ്ട പ്രധാന വിഷയത്തിൽ ഇങ്ങനെ ഒരു മൗനം? അത് സെലക്റ്റീവാണോ? എന്ത് തോന്നുന്നു? സുജയ, നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തിൻ്റെ ചില്ലിംഗ് ഇഫക്റ്റിൽ രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി കൂടി ഫ്രീസായി പോയിരിക്കുന്നു, മരവിച്ചു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ചരിത്രം പറയാം. 1951-52 കാലത്ത് നെഹ്റു ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, പ്രകടന പത്രികയുമായി വരുമ്പോൾ, അതിൽ ചില കോൺഗ്രസ്സുകാർ സംശയിച്ച, ചില കോൺഗ്രസ്സുകാർ എതിർത്ത ഒരു വളരെ പ്രധാനപ്പെട്ട വിവാദമായൊരു വിഷയമുണ്ടായിരുന്നു. അത് ഹിന്ദു കോഡ് ബില്ലായിരുന്നു. ആ ഹിന്ദു കോഡ് ബില്ല് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നും ഹിന്ദു മാരേജിൽ അടക്കം, ഹിന്ദു അഡോപ്ഷനിലടക്കമുള്ള ചില പ്രധാനപ്പെട്ട ജാതീയമായ, ഒപ്പം തന്നെ ലിംഗസമത്വത്തിന് നിരക്കാത്ത എല്ലാ ഭാഗങ്ങളും റദ്ദാക്കുമെന്നുമായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റു ആ മാനിഫെസ്റ്റോയിലൂടെ, ക്യാമ്പയിനിലൂടെ വോട്ടർമാർക്ക് കൊടുത്തൊരു ഉറപ്പ്. നോക്കണം, ഇത് സംഭവിക്കുന്നത് 1951-52 അന്ന് ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ നെഹ്റുവിനെതിരെയും അംബേദ്കറിനെതിരെയും ഇതേപോലെ ജന്തർ മന്ദറിലും രാംലീല മൈതാനത്തും ഒക്കെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചു. 4 ലക്ഷത്തോളം യുവതികളാണ് ഹിന്ദു കോഡ് ബില്ലിനെതിരായി അന്നത്തെ ലോ മിനിസ്റ്റർ ആയിരുന്ന അംബേദ്കറിനെതിരെ രംഗത്തെത്തുന്നത്. അന്നും ധൈര്യം കൈവിടാതെ നെഹ്റു ആ മാനിഫെസ്റ്റോയിൽ ഒരു വോട്ടെങ്കിലും അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്ന് അദ്ദേഹം ലുധിയാനയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. 25,000-ഓളം മൈലുകൾ നെഹ്റു വന്ന് സഞ്ചരിച്ചിരുന്നു. ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ സഞ്ചരിച്ചതുപോലെ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ സഞ്ചരിച്ചതുപോലെ ആ ലുധിയാനയിൽ വെച്ച് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു തുറന്ന യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാക്കോടുകൂടിയാണ്. ആ തിരഞ്ഞെടുപ്പിലാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളും ഒരുപക്ഷെ എതിർത്തേക്കാമായിരുന്ന ഒരു ഹിന്ദു കോഡ് ബില്ലിൽ, ഹിന്ദുമതത്തിലെ പേഴ്സണൽ ലോ എന്ന് നമ്മൾ പറയുന്ന ഹിന്ദു നിയമത്തിലെ ആചാരങ്ങളെ, അതിലെ ലിംഗസമത്വങ്ങളെ റദ്ദു ചെയ്യുന്ന നിയമം അവതരിപ്പിക്കുമെന്ന് ധൈര്യത്തോടുകൂടി ഉറപ്പുകൊടുത്തൊരു നെഹ്റുവിൻ്റെ തലമുറ നമുക്കുണ്ടായിരുന്നു സുജയ. ആ തലമുറയാണ് ഇന്നിപ്പോൾ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ മാനിഫെസ്റ്റോയിൽ നിന്ന് രാജ്യം കണ്ട ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തെ അപലപിക്കാനോ അത് റദ്ദു ചെയ്യുമെന്നോ അത് റിവ്യൂ ചെയ്യുമെന്നോ പോലും പറയാൻ കഴിയാതെ അശക്തരായി നിൽക്കേണ്ടി വരുന്നത്. ഇത് വലിയ ഒരു ദുരന്തമാണ്. ഞാൻ 47 പേജുള്ള ആ മാനിഫെസ്റ്റോ പൂർണ്ണമായും വായിച്ചു നോക്കി. അതിൽ 21-22 പേജുകളിലാണ് ഭരണഘടനയെ സേവ് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് പറയുന്നത്. വളരെ മനോഹരമായി ഇത് ക്രോഡീകരിക്കുമ്പോൾ ഞാൻ അവിടെയൊക്കെ തപ്പി നോക്കി. ഈ വിവിധ ഘടകങ്ങളിൽ വിവിധ നിയമങ്ങൾ റിവ്യൂ ചെയ്യുമെന്നും അമെൻഡ് ചെയ്യുമെന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് പറയുന്നുണ്ട് ഈ മാനിഫെസ്റ്റോയിൽ. ഞാൻ എണ്ണി നോക്കി, 12ഓളം നിയമങ്ങളാണ്. അതിൽ 6 മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ സർക്കാർ, ഇന്ത്യ മുന്നണി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്ന് പറയുന്നത്. അവിടെ എല്ലാം തപ്പി നോക്കി. ഏതെങ്കിലും ഒരിടത്ത് സിറ്റിസൺ എന്നൊരു വാക്ക്, സിറ്റിസൺഷിപ്പ് എന്നൊരു വാക്ക് ഈ മാനിഫെസ്റ്റോയിൽ ഉണ്ടോ എന്ന്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗത്ത്, ഒപ്പം റിലീജിയസ് മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ അത് ഉൾപ്പെടുത്താമായിരുന്നിട്ടും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം
ആ വാക്ക് ഈ മാനിഫെസ്റ്റോയിൽ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയില്ല സുജയ. എന്തുകൊണ്ടായിരിക്കും സുജയ? അത് ഭയന്നിരിക്കുന്നത് ഒരു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ആർട്ടിക്കിൾ 15 ചേർത്തിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് കോഴിക്കോട് നടന്ന സംവാദത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. ഞാൻ എടുത്തു നോക്കി ആർട്ടിക്കിൾ 15. യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 14 ആണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇക്വാലിറ്റിയെ ഖണ്ഡിക്കുന്ന വിഷയം. ആർട്ടിക്കിൾ 15 ചേർത്തിരിക്കുന്നത് ലിംഗ്വിസ്റ്റിക് റിലീജിയസ് മൈനോറിറ്റിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ്. ഈ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച്, ഭരണഘടനയുടെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഈ മാനിഫെസ്റ്റോ മിണ്ടിയിട്ടില്ല. NPR-നെ കുറിച്ച് മിണ്ടിയിട്ടില്ല, NRC-യെ കുറിച്ച് മിണ്ടിയിട്ടില്ല. രാജ്യമൊട്ടാകെ അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണത്തിനെതിരെ ഒരു മാനിഫെസ്റ്റോയിലൂടെ പ്രതികരിക്കാൻ പോലും കഴിയാതെ പോകുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഉറക്കമുണരാതിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്. അഥവാ ഉറക്കത്തിൽ പോലും വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ സമ്പൂർണ്ണമായി റദ്ദാക്കി കളയുന്ന ഒരു മാനിഫെസ്റ്റോ എന്ന് തന്നെ ഞാനിതിനെ വിശേഷിപ്പിക്കും. കാരണം BJP-യുടെ പ്രചരണക്കിണിയിൽ വീണുപോകാതിരിക്കാൻ ഘടകകക്ഷിയുടെ സീറ്റ് ഉയർത്താതിരിക്കുക, ഘടകകക്ഷിയുടെ സീറ്റ് ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം നയത്തിന്റെ ഭാഗമായ പതാക ഉയർത്താൻ കഴിയാതിരിക്കുക, അത് രണ്ടും കഴിഞ്ഞിതാ വരുന്നു മാനിഫെസ്റ്റോയിൽ രാജ്യമൊട്ടാകെ വലിയ രീതിയിൽ പ്രതിഷേധത്തിന്റെ തീയിലേക്ക് പോയിരിക്കുന്ന പൗരത്വ നിയമത്തിന്റെ വിഷയത്തിൽ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതിരിക്കുക. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് തലമുറ ചെയ്തത് നെഹ്റുവിന്റെ തലമുറയോടുള്ള, നെഹ്റു കാണിച്ച ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരാനുള്ള ആത്മധൈര്യത്തോട് കാണിച്ച അവഹേളനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവർക്ക് ന്യൂനപക്ഷങ്ങളെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ഇവരുടെ ആത്മാർത്ഥത, ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ഒരു വാക്കുപോലും ഈ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താത്തതിൽ വളരെ വ്യക്തമാണ്. അതിൽ സംശയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷിയും വീണുപോയിരിക്കുന്നു. അതുകൊണ്ട് ഈ മൗനം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടുള്ളതാണ്. അങ്ങനെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടുള്ള ഒരു മൃദു ഹിന്ദു സമീപനമാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷി എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ആരാണ് അഭയമെന്ന ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലുണ്ടാവും. സുജയ. ഓക്കെ, ഡോക്ടർ അരുൺ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ തുറന്നു കാട്ടുന്ന ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പേജുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ CAA വിൽ ബി ടെർമിനേറ്റഡ് എന്ന് എഴുതാനായി 4 വാചകങ്ങൾ മതി. അത് എഴുതി ചേർക്കാൻ കഴിയാതെ ഇത്രയും പേജുകളുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് എന്നുള്ളത് തുറന്നു കാട്ടപ്പെടുകയാണ്. കാരണം പൗരത്വ വിഷയത്തിൽ ഈ 2019 അവർ കാട്ടിയ നിലപാട്, അതിൽ നിന്ന് 2021 വരെയൊക്കെ ഏറെക്കുറെ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു. അതിനുശേഷം കംപ്ലീറ്റ് സൈലൻസ് ആണ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ കംപ്ലീറ്റ് സൈലൻസ് എന്ന് പറയുന്നത് അവരുടെ നിലപാടില്ലായ്മയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കുറി തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 5 ന്യായ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകടന പത്രിക അവർ പറയുന്ന ന്യായ് പത്രയാണെന്ന്. അപ്പോൾ ന്യായ് പത്രയിൽ CAA-ക്കെതിരെ അവർ ഉയർത്തിപ്പിടിച്ച ആദ്യത്തെ നിലപാടിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ന്യായ് പത്രയിൽ അതുണ്ടാകണം. അതില്ലാത്ത ന്യായ് പത്രയിൽ എങ്ങനെയാണ് അവർ പറയുന്ന 5 ന്യായ് എന്ന് പറയുന്നത് തന്നെ അതിൽ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? കാരണം യുവ ന്യായ്, നാരി ന്യായ്, കിസാൻ ന്യായ്, ശ്രമിക് ന്യായ്, ഹിസാദേരി ന്യായ്. അപ്പോൾ CAA വിഷയത്തിൽ അവരുടെ ന്യായ് അത് അവരെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? അധികാരത്തിലേക്ക് അവർ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? BJP-യും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റേത്. കാരണം ഒരു പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നിലപാടല്ല ഉണ്ടാകേണ്ടത് എന്നതാണ് എൻ്റെ ഒരു എളിയ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം പൗരത്വ വിഷയത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിൽ മൗനത്തിൽ എന്നല്ല, അതിനെ നിലപാടില്ലായ്മ എന്ന് തന്നെയാണ്, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ CPIM എന്തായാലും കോൺഗ്രസിന്റെ ഈ കാപട്യം തുറന്നു കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ മുതലേ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് കുറച്ചുകൂടി കനം വെക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം ഭാരത് ജോഡോ ന്യായ് യാത്ര, ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര, രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ് യാത്ര, ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? പൂർണ്ണമായും മൗനമായിരുന്നു. ഇന്ത്യയിൽ CAA പ്രതിഷേധം ആളിപ്പടർന്ന 2019 ഡിസംബറിൽ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചതിന് കോൺഗ്രസ് എംപിമാരൊക്കെ പ്രതിഷേധിച്ചല്ലോ എന്ന് പറഞ്ഞാണ് VD സതീശൻ ന്യായീകരിച്ചത്. അവിടെയും രാഹുൽ ഗാന്ധിയുടെ മൗനം നമ്മൾ കാണുന്നുണ്ട്. ബിൽ അവതരിപ്പിച്ചപ്പോഴുള്ള നിലപാട്, അതിനുശേഷമുള്ള പ്രതിഷേധത്തിലെ നിലപാട്, പിന്നീട് ആ നിലപാട് തുടരുന്നത്, ഇതിലൊക്കെ പൂർണ്ണമായും വീഴ്ച പറ്റിയിട്ടുണ്ട് കോൺഗ്രസിന്
എന്നുള്ളതാണ്. കാരണം BJP സർക്കാരിനെതിരെ, NDA സർക്കാരിനെതിരെ ഒരു വിശാല ഐക്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വിശാല ഐക്യത്തിലുള്ള ബ്ലോക്കിൽ DMKയും CPIM മാത്രം പറഞ്ഞാൽ പോരല്ലോ. CAA കുറിച്ച് കൃത്യമായി ആദ്യം പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്താണ് ഞങ്ങളുടെ നിലപാടെന്ന്. അപ്പോൾ CAA ശരിക്കും എതിർക്കാൻ ഒന്നുമില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം CAA എതിർക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പറയില്ലേ? പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന് ഭയമാണ്. ഇല്ലാത്ത ഒന്നിൽ പിടിച്ചുകൊണ്ട് എതിർക്കാൻ പോയി ഉള്ള വോട്ട് കൂടി പോകേണ്ട എന്ന ഭയം കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട്. പിണറായി സർക്കാരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ വരെ സമീപിച്ച് നിലപാട് കൃത്യമായി വ്യക്തമാക്കി നിൽക്കുന്ന CPIMനോടാണ് ഒരു നിലപാടുമില്ലാതെ കേരളത്തിൽ കോൺഗ്രസ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മാർച്ച് 14-ാം തീയതിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അവസാനം നടന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്. രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് CAA എതിർക്കാത്തത്? ANIക്ക് നൽകിയ ഒരു സൗണ്ട് ബൈറ്റിലാണ്, അഭിമുഖത്തിലാണ് അമിത്ഷാ ഇത് പറയുന്നത്. അപ്പോൾ മാർച്ച് 14-ന് അമിത്ഷാ കൃത്യമായി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ CAA എതിർക്കുന്നു? അതിന് ഈ നിമിഷം വരെ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. നമ്മുടെ കേരളത്തിലെ സിറ്റിംഗ് MP ആണ്. കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് പറയാം. കാരണം കേരളത്തിലാണ് CAAക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത്. അവിടെ അദ്ദേഹം മൗനമാണ് അവലംബിക്കുന്നത്. കാരണം ന്യൂനപക്ഷങ്ങൾ അരക്ഷിതമാണ് എന്ന ഒരു സ്റ്റാൻഡാണ്. CAA വരുമ്പോൾ അവർക്ക് അരക്ഷിതാവസ്ഥയുണ്ട് എന്നൊരു സ്റ്റാൻഡ് കോൺഗ്രസിനുണ്ടെങ്കിൽ അത് പറയേണ്ടത് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന MP കൂടിയായ രാഹുൽ ഗാന്ധിയാണ്. കാരണം അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മുസ്ലിം ലീഗിനൊക്കെയുള്ള നിലപാട് എന്താണോ അതിനെ ഒന്ന് എൻഡോഴ്സ് ചെയ്യാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി ഇതിന് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം 2019-ൽ BJPയുടെ മാനിഫെസ്റ്റോ പ്രോമിസ് ആയിരുന്നു CAA നടപ്പാക്കുമെന്നുള്ളത്. അതവർ നടപ്പാക്കുന്നു. അതിന്റെ കൃത്യമായി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു. അപ്പോൾ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് കമ്മിങ് ഫ്രം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അവർക്ക് നീതി ഉറപ്പാക്കുമെന്നുള്ള അവരുടെ പോൾ പ്രോമിസ് ആണ്. അതിലെ ശരി തെറ്റുകളെ കുറിച്ചല്ല, അവരുടെ പോൾ പ്രോമിസ് അവർ കൃത്യമായി ഡെലിവർ ചെയ്യുന്നു. അപ്പോൾ ആ പോൾ പ്രോമിസ് ഡെലിവർ ചെയ്യുമ്പോൾ മറുഭാഗത്തുള്ളവർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ CAAയുടെ വാലിൽ കെട്ടി ഇത് വരുന്നു എന്ന ഒരു ഭയം ഉണ്ടെങ്കിൽ ആ ഭയത്തെക്കുറിച്ചൊന്ന് പറയാൻ പോലും എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല? അതിന്റെ അർത്ഥം കോൺഗ്രസിന് ഭയമില്ല. അവർ കാണിക്കുന്ന ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് അത് അവരുടേത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്നേഹമൊന്നും അവർക്കില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഈ CAA വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമെന്നൊന്നും ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. കാരണം ആരുടെയും പൗരത്വം നഷ്ടപ്പെടുന്നില്ല. CAA നടപ്പാക്കുമ്പോൾ എന്തായാലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് അല്ലെങ്കിൽ അതർവൈസ് പ്രൂവ് ചെയ്യേണ്ടതാണ്. NPR, NRC എന്നിവ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് നടപ്പാക്കുന്ന ഘട്ടത്തിലാണ് പറയേണ്ടത്. ഇവിടെ കോൺഗ്രസിന്റെ പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിലെ മൗനത്തെക്കുറിച്ചാണ് ചർച്ച. അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. എന്താണോ തന്റെ പാർട്ടിയുടെ തീരുമാനം, തന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യം, അതേക്കുറിച്ച് പറഞ്ഞു തന്നെ പോകണം. പൗരത്വ വിഷയത്തിൽ മൗനം അവലംബിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിലപാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് പോകുമെന്നുള്ള ആ ഒരു ഭയത്തിൽ നിങ്ങൾ മൗനം അവലംബിക്കുന്നതാണ്. ഇതേതായാലും പൂർണ്ണമായും ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവില്ലാത്ത, നട്ടലില്ലാത്ത ഒരു പാർട്ടിയായി പോയി കോൺഗ്രസ് പൗരത്വ വിഷയത്തിൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിസാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എനിക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, ഇതിൻ്റെ ഒരു അപകടം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പാർട്ടി പറയുന്നു, ഒരു മുന്നണി പറയുന്നു, ഞങ്ങൾ CAA നടപ്പാക്കുമെന്ന്. CAA എങ്ങനെയാണ് നടപ്പാക്കുക എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. NPR അതുപോലെ തന്നെ NCR അത് CAAയുമായി ചേർന്ന് നിൽക്കുന്നു. ഞാനത് നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഔദ്യോഗിക രേഖയും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ വാചകങ്ങൾ അതേപടിയാണ് വെർബാറ്റും കോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു അക്ഷരം പോലും ഞാൻ അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. അപ്പോൾ അത്രയും ഗൗരവമായ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് എന്ന് BJPയും NDAയും പറയുകയും അതിൻ്റെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടി CAA ഞങ്ങൾ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ 2024 മുതൽ 2029 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ BJP സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഇല്ല അത് നടപ്പാക്കരുത് എന്ന് പറയാൻ. കോൺഗ്രസ് പാർട്ടിക്ക് അത്രയും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണിത് എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന ഹിന്ദുത്വ സമീപനത്തോടുള്ള ഭയന്നുള്ള ജീവിതമാണെങ്കിൽ സന്ദേശത്തിൽ തിലകൻ്റെ രാഘവൻ നായർ എന്ന കഥാപാത്രം ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം വേണോ മോനെ നിനക്ക് എന്ന്. ആ നിലയിൽ നോക്കൂ, നമ്മൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡിൽ കണ്ടതാണ്. BJPയുടെ നയങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ എന്ന് പേരിട്ട് വിളിക്കുന്ന സമീപനം എടുത്തിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത് BJPയെ തുറന്നെതിർക്കാനുള്ള ശക്തിയില്ലായ്മയാണ്. ഇവിടെ നോക്കൂ, ഈ CAAയുമായി ബന്ധപ്പെട്ടത് ഇന്നലെ വന്ന വിഷയമല്ലല്ലോ. നമ്മൾ നിയമസഭ ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസ്സാക്കി. ആ ഘട്ടത്തിൽ KPC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി മേൽനടിക്കേണ്ട, പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുള്ളതാണ്. യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു. പിന്നീട് ഈ നമ്മുടെ
രാജ്യത്തിന് ചുവടൊപ്പിച്ചുകൊണ്ട് അന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അമരീന്ദർ സിംഗ് ഒരു പ്രമേയം പാസാക്കി. അങ്ങനെ രാജ്യത്തിനാകെ തന്നെയും മാതൃകയായി. നോക്കൂ, രാജ്യ തലസ്ഥാനത്ത് 2020 ജനുവരിയിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടത് 53 പേരാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. നിരവധി പേരെ കാണാതായി, നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീടുപേക്ഷിച്ച് പോകേണ്ടി വന്നു. പലരുടെയും വീടുകൾ ബുൾഡോസർ കൊണ്ട് തകർത്തു. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ജാമ്യ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായിട്ടാണ് ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത്. ഷഹീൻ ബാഗിൽ നടന്ന സമരത്തിൽ പോലീസിൻ്റെ മൗനാനുവാദത്തോടുകൂടി സാമൂഹ്യ വിരുദ്ധവർ ആക്രമണം അഴിച്ചുവിട്ടു. ഈ രാജ്യത്ത് ഒരുപാടിടങ്ങളിൽ ഡൽഹി കലാപത്തിലെ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ പ്രതികാര നടപടിയെടുത്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന 2024-29 കാലഘട്ടത്തിൽ ഇതേ സർക്കാർ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഭരണഘടനയുടെ തലക്കുമീൽ വീഴുന്നതെങ്കിൽ അതിന്മേൽ പ്രതിഷേധിക്കാൻ പോലും ആരുമില്ല എന്നുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ഒരു മതേതരവാദി എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കും, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഉറച്ചു പറയാൻ, നമുക്ക് കൈചുരുട്ടി നിന്ന് പറയാൻ കഴിയണം പലപ്പോഴും എന്നുള്ളതാണ്. അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അരുൺ, ഫൈനൽ ടേക്ക്. ഇല്ല, നിശ്ചയമായും ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ച് നമ്മൾ ആ മാനിഫെസ്റ്റോ നിങ്ങൾ പൂർണ്ണമായും ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ മതേതരത്വത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ഭാഗം പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 25 കുറിച്ചും ഒക്കെ പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കിയിരുന്ന വിഷയം ഇതായിരുന്നു. പൗരത്വത്തെക്കുറിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് രാവ് വെളുത്തിട്ടില്ല. രാജ്യം മുഴുവൻ സഞ്ചരിച്ച രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരണം നടത്തിയിട്ടില്ല. മാനിഫെസ്റ്റോയിൽ അതുണ്ടാകുമോ എന്നതായിരുന്നു. നമ്മൾ മാനിഫെസ്റ്റോയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു ജനതയൊന്നുമല്ല ഇന്ത്യ. പക്ഷേ മാനിഫെസ്റ്റോയിൽ അത് ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധർമ്മമാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ CPM-ൻ്റെ കാര്യത്തിൽ അത് കോൺഗ്രസ് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നാണ്. അങ്ങനെയല്ല, ഇടതുപക്ഷ കക്ഷികളെല്ലാം CPM ആവട്ടെ CPI ആവട്ടെ CA വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയും എന്നാൽ രാജ്യം മുഴുവൻ ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ നിലപാടായി എടുക്കേണ്ട കോൺഗ്രസ് ആ വിഷയത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഭരണഘടനയോട്, ഞാൻ ഈ പറയുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അത് യഥാർത്ഥത്തിൽ നേതാക്കൾക്ക് ഇനിയും അത് ഈ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താനുള്ള സമയമുണ്ട്, മാനിഫെസ്റ്റോയിൽ ഇല്ലെങ്കിൽ പോലും. ഇന്ന് വേണുഗോപാലൊക്കെ അതിനോട് പ്രതികരിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്കിതിനെക്കുറിച്ച് ഇനിയും ധാരണ വന്നിട്ടില്ല. എത്രമാത്രം അപകടകരമായൊരു ലെജിസ്ലേഷനാണത് എന്ന് ഇന്ത്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആ പ്രതികരണം ഇപ്പോഴും വളരെ ഓക്വേർഡായിട്ട് തോന്നുന്നത്. അവിടെയാണ് സുജയ ഞാൻ പറഞ്ഞത്, നെഹ്റുവിനൊക്കെയുള്ള ധൈര്യം എവിടെ പോയി ഇവർക്ക് എന്ന് ചോദ്യമുണ്ടാവുന്നത് അവിടെയാണ്. ഇങ്ങനെ ഭയന്ന് എത്ര കാലം ജീവിക്കും നമ്മൾ എന്നതാണ് ചോദ്യം. ഇവരാണോ ഈ ഭരണഘടന ഈ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ഫ്രം ഫിയർ വേണമോ എങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നതാണ് ഈ മാനിഫെസ്റ്റോയിൽ എഴുതിയിരിക്കുന്നത്. സ്വയം ഭീതിയിൽ ആഴ്ന്നു പോയൊരു പാർട്ടിക്ക് ഭയത്തിൽ അകപ്പെട്ടു പോയൊരു ജനതയെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് സുജയ. ഓക്കെ ഡോക്ടർ അരുൺ, എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. 4 പേരും ഒരേ അഭിപ്രായത്തിലാണ് ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. പൗരത്വ വിഷയത്തിൽ ആർജവമുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല പ്രകടന പത്രികയിൽ കോൺഗ്രസ് എഴുതി വെക്കേണ്ടിയിരുന്നത്. ഇത്രയും പേജിൽ ഒരു വാക്ക് പോലും CAA കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് CAA ഒന്നുകിൽ അവർ അംഗീകരിക്കുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് ധരിക്കേണ്ടി വരും. പൗരത്വത്തിൽ കോൺഗ്രസ് മൗനത്തിലാണ് എന്ന് 4 പേരും അഭിപ്രായപ്പെടുന്നു. Meet the editors.